അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ വദബൻ കാമില റബ്ബി തമ്മി ബിൽ ഖൈരി വസ്സഅദ. ബഹുമാനമുള്ള ഫത്തുഹുൽ മുഈൻ സബഖിലെ ബഹുമാനികളെ, അഖില ബൈത്ത് പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, ക്ലാസ് എത്തിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരിമാരെ, ഫത്തുഹുൽ മുഈൻ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള വിഷയത്തിലേക്ക് വരാം. രാത്രി ഭക്ഷണം കഴിച്ചു, പല്ലിക്കുത്ത് ഒന്നും നടത്തില്ല. പല്ലിൻ്റെ ഉള്ളിൽ കമ്പൊക്കെ വെച്ചിട്ട് പല്ലി കുത്തുമല്ലോ, അങ്ങനെയൊന്നും ചെയ്തില്ല. വാക്ക് കുപ്പിളിച്ചു, പല്ലിൻ്റെ ഇടയിൽ അല്പം ഭക്ഷണത്തിൻ്റെ അസർ ഉണ്ടായി. സ്വാഭാവികമായിട്ട് ചെറിയ തോതിൽ ഉണ്ടാവാം. അതിൻ്റെ ആ അസർ നിൽക്കുന്നതോടെ പകൽ നോമ്പുകാരനായപ്പോൾ ഉമ്മനീരിൻ്റെ കൂടെ അതിൽ തട്ടിയ ഉമ്മനീര് വായൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. അവൻ അങ്ങനെ നാവ് കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചമച്ചരച്ചിട്ട് ഇങ്ങനെ ഇറക്കിയൊന്നുമല്ല. ഏതായാലും ഇപ്പോൾ വായൻ്റെ ഉള്ളിലുള്ളതല്ലേ, ആരും കാണൂലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇറക്കിയതല്ല. സാധാരണഗതിയിൽ അറിയാതെ അങ്ങനെ സംഭവിച്ചാൽ അതുകൊണ്ട് നോമ്പ് മുറിയില്ല. എന്നാൽ രാത്രി അത്താഴക്ക് കഴിഞ്ഞതിന് ശേഷം ശരിക്കും ബ്രഷ് ചെയ്ത് പല്ലൊക്കെ കുത്തി ഒക്കെ വൃത്തിയാക്കി വെക്കലാണ് ഏറ്റവും നല്ലത്. എന്നാൽ രാവിലെ അതിൻ്റെ ആ ഒരു സുഖം ഉണ്ടാവും, നമുക്കറിയേണ്ടതാണ്. ഇങ്ങനെ ഇല്ലാതെ ഇങ്ങനെ വന്നാൽ നോമ്പ് മുറിയോ ഇല്ലേ, നോമ്പ് മുറിയില്ല എന്നാണ്. കാരണം പല്ലിൻ്റെ ഇടയ്ക്കുള്ള നിൽക്കുന്ന ഉച്ഛിഷ്ടങ്ങൾ ഉണ്ടല്ലോ, ഉച്ഛിഷ്ടം എന്ന് പറയില്ല, അവശിഷ്ടം, അത് പല്ലിനും ദോഷമാണ്, വയറിനും ദോഷമാണ്, മറ്റു രോഗങ്ങളുണ്ടാക്കും. അപ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ രക്തം വരുന്നുണ്ട്. ഈ രക്തം വരുന്ന അവിടെ ഭക്ഷണത്തിൻ്റെ അസറുകൾ കടന്നിട്ടാണ്. അതങ്ങനെ കടന്ന് എന്തായി, ഈ ഭക്ഷണത്തിൻ്റെ ബാക്കി അതിൽ ഓയിൽ എല്ലാം കൂടി മിക്സായിട്ട് നമ്മൾ വല്ല തുരുമ്പ് പിടിച്ച ഇരുമ്പിൻ്റെ പലക പോലെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കിടക്കും. പല്ലുമൊക്കെ നോക്കിയാൽ അല്ലേ, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് കണക്കെ കിടക്കുന്നത് നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും നല്ലതാണ് എന്നതും കൂടി കൂടുതൽ മനസ്സിലാക്കാം. പല്ല് വൃത്തിയാക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ ആരോഗ്യത്തിൻ്റെ സംരക്ഷണത്തിന്. അതുകൊണ്ടാണല്ലോ സിവാക്ക് ചെയ്യണം, ലൗല അൻ അശുക്ക അല ഉമ്മത്തിൽ അമർത്തും ബി സിവാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നോമ്പ് മുറിയില്ല എന്നാണ്. കാരണം അത് എടുത്ത് തുപ്പാനും അത് വേർതിരിച്ചെടുക്കാനും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒന്ന് രാത്രി ശരിക്കും വെള്ളം വായിലിട്ട് കുപ്പിളിച്ച് ഒന്ന് ബ്രഷ് ചെയ്താൽ സംഭവം പുറത്തു പോകും. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യണം എന്നതാണ്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെയാണ് പറയണത്. ഫർഉൻ ലൗ ബഖിയ ത്വആമുൻ, ഭക്ഷണം അവശേഷിച്ചു, ബൈന അസ്നാനിഹി, അവൻ്റെ പല്ലിൻ്റെ ഇടയിൽ. അതായത് പല്ലിൽ നിന്നും പുറപ്പെടുന്ന ഒന്ന്, അതിനെ പുറപ്പെടുവിക്കാൻ കഴിയും പല്ലി കുത്തിയാൽ, അതിനെ അതേപടി അവിടെ വെച്ചു. ഇതാണ് സംഭവം. അങ്ങനെ വന്നു. ഫജറ ബിഹി, ആ ത്വആമിലൂടെ നടന്നു, റീഖുഹു, അവൻ്റെ തുപ്പുനീര് അതിലൂടെ സഞ്ചരിച്ചു. ബി തബഅഹി, അതിൻ്റെ പ്രകൃതിയാ നിലക്ക്, ഓൻ്റെ പ്രവർത്തനം കൊണ്ടൊന്നുമല്ല. ലാബി ഖസ്ദിഹി, നോമ്പുകാരൻ്റെ ഉദ്ദേശം കൊണ്ടല്ല. എന്നാൽ നോമ്പ് മുറിയൂല. പക്ഷേ ശ്രദ്ധിക്കണം, ഇൻ അജസ, അവനിക്ക് അശക്തത വന്നു, പകലിൽ അതെടുത്ത് നീക്കാൻ അശക്തത വന്നാലാണ് പറയണത്. രാത്രി അവന് സൗകര്യമായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പകലിൽ എന്താക്കുക, അതെടുത്തവന് കളയാൻ അവന് ബുദ്ധിമുട്ട് വന്നു. അൻ തമീസിഹി, ആ ത്വആമിനെ വേർതിരിക്കലിനെ തൊട്ട് അവന് അശക്തത വന്നു. എന്തിനെ തൊട്ടും, വ മജ്ജിഹി, അത് തുപ്പുന്നതിന് തൊട്ടും അവനക്ക് അശക്തത വന്നു എന്നർത്ഥം. പല്ലിൻ്റെ അടിയിൽ നിന്ന് അങ്ങനെ അവന് അശക്തത വന്നാലാണ് ഈ പറഞ്ഞത്. മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ അതിൻ്റെ വിശദീകരണങ്ങളുണ്ട്. ഈ അജുസും മജ്ജിനെ തൊട്ടും തമീസിനെ തൊട്ടും അശക്തനായി എന്ന് പറഞ്ഞാൽ അത് അതേപടി കിടക്കുന്ന സമയത്ത് എന്നാണ്.
പല്ലിൻ്റെ അടിയിൽ അങ്ങനെ കിടക്കുന്നു. പക്ഷെ ഓനത് എടുത്ത് നീക്കേണ്ട ഇതാണ്. അതായത് ഇബാറത്ത് ഇങ്ങനെയാണ്: ഫി ഹാലി സൈറൂറത്തിഹി ആ നടക്കണം. വൈ ഖദറ നഹാറൻ ഖബ്ലഹ ലാ ഇഖ്റാജിഹി മിൻ ബൈനി അസ്നാനിഹി ഫലം യഫഅൽ. അതായത് പകലോന് സൗകര്യമുണ്ട്, അത് എടുത്ത് കളയാനും കഴിയും, എന്നിട്ട് കഴിയാതിരുന്നെങ്കിൽ നോമ്പ് മുറിയും എന്നാണ്. അപ്പോൾ ഓനത് എടുത്ത് കളയാൻ പറ്റാത്ത ചുറ്റുപാടിലാണെങ്കിൽ മാത്രമേ ഓന് അഫുവുള്ളൂ. വൈൻ തറക്ക തഹല്ലുല ലൈലൻ, രാത്രി പല്ലിക്കുത്തലിന് അവൻ ഉപേക്ഷിച്ചാലും ശരി, മ എൽമിഹി ഓനറിയാം, ബി ബക്കായിഹി അതവിടെ ഉണ്ട് എന്ന് ഓനറിയാം, ഒബി ചെറിയാന് രീഖിഹി ബിഹി ആ ത്വആമിനോട് അവൻ്റെ തുപ്പുനീര് നടക്കും എന്നതുകൊണ്ടും അവനക്കറിയാം നഹാറൻ പകലിൽ. അങ്ങനെ അറിയുന്നതോടൊപ്പം രാത്രി തഹല്ലുലൊക്കെ ഒഴിവാക്കി അതിനെ തുപ്പിക്കളയാനും അതിനെ പല്ലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങോട്ട് വേർതിച്ചെടുക്കാനും അവൻ അശക്തനായിട്ടുണ്ട് എങ്കിൽ അവൻ്റെ ഉദ്ദേശം കൂടാതെ പ്രകൃതിയ നിലക്ക് ആ സ്വന്തം നിലക്ക് അത് അവൻ്റെ പ്രവൃത്തിയൊന്നും അല്ലാത്ത നിലക്ക് അത് അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ അതുകൊണ്ട് നോമ്പ് മുറിയില്ല. അതാണ് മസാല. അപ്പോൾ അവനങ്ങനെ കഴിയും, മജ്ജ് ചെയ്യാനും കഴിയും, അതിനെ തമീസ് ചെയ്യാനും കഴിയും പകലിൽ, എങ്കിലും അവനത് ചെയ്യണം. രാത്രി ചെയ്യാത്തത് കൊണ്ട് പകലിലേക്ക് അതിൻ്റെ ബുദ്ധിമുട്ടില്ല. പക്ഷേ പകലിൽ ഇത് ചെയ്യാൻ അവന് കഴിയും. അങ്ങനെ വന്നാൽ അത് ചെയ്യണം. അങ്ങനെ കുത്തിപ്പൊടിച്ചെങ്കിലും എടുക്കുകയാണ് എങ്കിൽ ചിലപ്പോൾ അറിയാതെ വായിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരശക്തത എന്തെങ്കിലും കോണിലുണ്ട് എന്ന് വെക്കുക. അപ്പോഴാണ് നോമ്പ് മുറിയില്ല എന്ന് പറഞ്ഞത്. നഹാറൻ ലാ അന്നഹു ഇന്നമാ യുഖാത്തിബു ബിഹിമ ഇൻ ഖദറ അലൈഹിമ ഹാല സോമി. പിന്നെന്തല്ല, ഇന്നമാ യുഖാത്തിബു ബിഹിമ ഈ തംയീസ് കൊണ്ടും മജ്ജു കൊണ്ടും മോനോട് കൽപ്പിക്കുന്നു. ഇൻ ഖദറ അലൈഹിമ അവ രണ്ടിൻ്റെ മേലും ഓന് കഴിവായാൽ. എപ്പോൾ? ഹാല സൗമി നോമ്പിൻ്റെ സമയം, നോമ്പുകാരനായ സമയത്ത്. അപ്പോൾ ഓൻ്റെ മേലെന്തില്ല, യൽസമുഹു തഖ്ദീമു ദാലിക അലഹി, ഇത് ഓൻ്റെ മേൽ മുന്തിക്കൽ നിർബന്ധമാണ് എന്നാണ്. അപ്പോൾ നഹാറിൽ ഇപ്പോൾ പറഞ്ഞ ഉദ്ദേശം എന്താണ്? തമീസിനെ തൊട്ടവൻ അശക്തനായി കഴിഞ്ഞാൽ നോമ്പ് മുറിയില്ല എന്നാണ്. എന്നാൽ ഇവിടെ മനസ്സിലാക്കുക ലാ അന്നഹു ഇന്നമാ യുഖാത്തു ബിഹിമ, ഈ തമീസ് കൊണ്ടും മജ്ജു കൊണ്ടും മോനോട് ഖിതാബ് ചെയ്യുന്നു. ഈ ഖദറ അലൈഹിമ ഹാലസ്വമി നോമ്പിൻ്റെ ഹാലിൽ അതിൻ്റെ മേൽ കഴിവായാൽ അത് ചെയ്യണമെന്ന് ഓനോട് ഖിതാബിടുന്നു എന്നല്ല. നോമ്പിൻ്റെ സമയത്ത് അത് എടുത്ത് കളയണമെന്ന വുജൂബ് ഇല്ല. പക്ഷേ അത് എടുത്ത് കളഞ്ഞാൽ ഓന് അതിന് കഴിവുണ്ട് എങ്കിൽ അതോടൊപ്പമാണ് അതിൽ നിന്നും അസറുകൾ അത് വായിലേക്ക് ഇറങ്ങിയാൽ നോമ്പ് മുറി എന്ന് പറയണത്. അത് അങ്ങനെ കിടക്കുന്നുണ്ട്, അതിൽ നിന്ന് അസറൊന്നും വരുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ലാക്കിൻ എങ്കിലും യതഅക്കദു തഖല്ലുലു ബഅദ തസഹുർ, അത്താഴത്തിന് ശേഷം നല്ലോണം വായക്കൊന്ന് വൃത്തിയാക്കൽ, പല്ലിക്കുത്തലൊക്കെ എന്താണ് അവൻ്റെ മേൽ ശക്തിയായ സുന്നത്തുണ്ട്. തഖല്ലുൽ ശക്തിയാവും എന്ന് പറഞ്ഞാൽ അത് കൂടുതലായിട്ട് അതിനെ പരിഗണിക്കപ്പെടുന്നു. അമ്മ ഇദാലം യഅ്ജസ് ഓൻ അശക്തനായിട്ടില്ല, അവ ഇബ്തലഹു ഖസ്തൻ ഓൻ്റെ സ്വന്തം ഉദ്ദേശത്തോട് കൂടെ അങ്ങോട്ട് ഇറക്കുകയും ചെയ്താൽ ഫൈനഹു മുഫത്തിറ നോമ്പ് മുറിക്കുന്നതാണ്. നോമ്പിനെ ഓർമ്മിച്ചതോടുകൂടെ അങ്ങനെ ആണെങ്കിൽ നോമ്പ് മുറി. അപ്പോൾ പിന്നെ ഒരാൾ മറന്നുകൊണ്ടാണെങ്കിലോ, അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മറന്നതിന് നമുക്ക് ഇളവുണ്ട് എന്ന്. അപ്പോൾ അതിൽ പെടും. അവിടെ ഒരു വളരെ ബഈദായ ഖൗല് അതുകൊണ്ടാണെങ്കിലും മുറിയുന്നുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് വരും ചെയ്യും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ലൗ വളഅ ഷൈഅൻ ബി ഫമിഹി അംദൻ തുമ്മ ഇബ്തലഅഹു നാസിയൻ, മനഃപൂർവ്വം അവനെന്താക്കി വായിൽ വെച്ചു, പിന്നെ മറന്നുകൊണ്ട് അവന് വിഴുങ്ങി, എന്നാൽ നോമ്പ് മുറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ഒരു സംശയം അവിടെ വരും. കാരണം നേരത്തെ പറഞ്ഞത് ഓൻ അശക്തനായിട്ടില്ല, ഇപ്പോൾ പറഞ്ഞ അശക്തനായിട്ടില്ല, ഓൻ വിഴുങ്ങിയത് ഉദ്ദേശപ്രകാരമാണ്, അപ്പോൾ നോമ്പ് മുറിയെന്ന് പറഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു സാധനം അവൻ്റെ വായിൽ, ഒരു എന്തെങ്കിലും ഷെയ് വായിൽ വെച്ചു മനഃപൂർവ്വം, പിന്നെ അവനെ മറന്നുകൊണ്ട് ആണ് അങ്ങോട്ട് വിഴുങ്ങിയത്, അങ്ങനെയാണെങ്കിൽ അത് നോമ്പ് മുറിക്കും. അപ്പോൾ ഇവിടെ ആ നേരത്തെ പറഞ്ഞതും ഇത് തമ്മിലുള്ള വ്യത്യാസം, നേരത്തെ പറഞ്ഞിടത്ത് മറവി ഉണ്ടായിട്ടുണ്ട്, വായിൽ വെച്ചത് ഓൻ അമിത നിലക്കാണ്, പക്ഷേ ഓനത് ഇറക്കിയത് എങ്ങനെയാണ്? നാസിയായിട്ടാണ്. ഇവിടെ ഉള്ളത് എങ്ങനെയാണ്? ഓൻ്റെ കസ്തോട് കൂടെയാണ് ഇറക്കിയത്. അതാണ് ഈ മുറിയെന്നും അത് മുറിയില്ല എന്നും പറഞ്ഞത്. എന്നാൽ തഹരീം ആണ് എന്ന് അറിഞ്ഞിട്ട്
ആണ് ഓന് ചെയ്തത് എങ്കിലാണ് ഓനെ മുറിയുക. അപ്പോൾ പിന്നെ അവിടെ ഏതുണ്ട്? മഅ്ദൂറായൊരു ജാഹിലുണ്ട്, അറിവില്ല ഇമ്മ പറയാൻ പറ്റുന്ന ഒരു ആളുണ്ട്, ഓന് എഴുതുറ് ബോധിപ്പിക്കാൻ പറ്റും. ആ ആളും ഇതിന്ന് ഒഴിവാണ്. അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടി മനസ്സിലാക്കണം എന്നത് തഅമ്മുൽ എന്നിട്ടിട്ട് ഷറഹിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ വായിൽ പല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെ അവശിഷ്ടം ഉണ്ടായിട്ടുണ്ട്, അതിന് അസറുകളൊന്നും വായിലേക്ക് ഇറങ്ങിയിട്ടുമില്ല, അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി പകലിൽ അത് അവൻ്റെ അതിനെ തുപ്പിയെടുക്കാനും അല്ലെങ്കിൽ അതിനെ വേർതിരിച്ചെടുക്കാനും പ്രയാസമുള്ളതോട് കൂടെയാണ് അവൻ ഇറങ്ങിയത്, എന്നാലും നോമ്പ് മുറിയില്ല. അപ്പോൾ അവൻ അശക്തനായിട്ടില്ല, ഓനത് വിഴുങ്ങിയത് ഓന് അറിഞ്ഞുകൊണ്ടാണ്, എന്നാൽ അവൻ്റെ നോമ്പ് മുറിയുകയും ചെയ്യും. അതാണ് വഖൗലു ബഅദിഹിം, ഫുഖഹാക്കളിൽ നിന്ന് ചില ആളുകളുടെ വാക്ക്, യജിബു ഖസ്ലുൽ ഫമി, വായെ കഴുകൽ നിർബന്ധമാണ്, മിമ്മ അക്കല ലൈലൻ, രാത്രി അവൻ ഭക്ഷിച്ചിട്ടുള്ള ഏതൊന്നാട്ടെ അതിനെ തൊട്ട് അവന് വായ കഴുകൽ വുജൂബാണ് എന്നാണ്. അങ്ങനെ കഴുകിയിട്ട് ഇല്ല എങ്കിൽ നോമ്പ് മുറിയും എന്നാണ്. അപ്പോൾ അവിടെ ലാഹിർ മനസ്സിലാക്കണം, അഫ്തറ എന്ന് പറഞ്ഞാൽ, നോമ്പ് മുറി എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം ശേഷിച്ചു, അതവൻ്റെ തുപ്പുനീരിൽ നടക്കുകയും അത് കഴുകാത്ത കാരണം കൊണ്ട് അത് ഇറങ്ങുകയും ചെയ്തു, അപ്പോൾ ഓൻ ആരായിട്ടുണ്ട്? അവിടെ തക്സീർ ചെയ്തവനായിട്ടുണ്ട് എന്നാണ്. അല്ലാതെ മുത്തലക്കൻ നിലക്ക് നോമ്പ് മുറിയും എന്നല്ല. ഭക്ഷണത്തിൻ്റെ ആ അവശിഷ്ടം അവൻ്റെ തുപ്പുനീരിലൂടെ നടക്കട്ടെ നടക്കാതിരിക്കട്ടെ മുറിയും എന്ന് അർത്ഥം അതിന് ഇല്ല എന്ന് കൂട്ടത്തിൽ മനസ്സിലാക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ നോമ്പ് മുറിയും എന്നാണ്. ഇനി വേറൊരു വിഷയത്തിലേക്കാണ്. വലാ ഇഫ്തുറു ബിസ്സബ്ഖിമായി ജോഫി മുഖ്തസിലിൻ അൻ നഹവി ജനാബത്തിൻ ബിലനഗമാസിൻ, ഒരാൾ ജനാബത്ത് വലിയ അശുദ്ധിയോടെ തൊട്ട് കുളിക്കുകയാണ്, അപ്പോൾ അകത്തേക്ക് വെള്ളം എന്തായി മുങ്കടന്നു, അല്ലെങ്കിൽ പീരീഡിന് അല്ലെങ്കിൽ പ്രസവം ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള കുളിക്കുകയാണ്. പക്ഷേ വെള്ളത്തിൽ മുങ്ങിയിട്ടല്ല കുളിച്ചത്. അങ്ങനെ കുളിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ കോരി പാർന്നപ്പോൾ എന്താക്കി, ഓൻ്റെ പ്രവർത്തനമൊന്നും അല്ലാതെ എന്തായി സബ്ക്ക് വന്നു. അങ്ങനെ വന്നാൽ ഓന് മുബാലകത്തോട് കൂട്ടിയിട്ടുമില്ല, നല്ലോണം ഉള്ളിലേക്ക് പാട്ടൊക്കെ ഒഴിച്ച് ചുവട്ടിലേക്ക് ഒഴിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ കുളിക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ വന്നാൽ അതുകൊണ്ട് നോമ്പിന് കുഴപ്പമില്ല. വലായഫ്തുറുബ് സബുക്കിമായി, വെള്ളം സ്ഥാപിക്കുക എന്നുകൊണ്ട് നോമ്പ് മുറിയില്ല. ജോഫ മുഖത്തസിന്, കുളിക്കുന്നവൻ്റെ ഉള്ളിലേക്ക്. എന്തിനെ തൊട്ട് കുളിക്കുന്ന? നഹവി ജനാബത്ത്, ജനാബത്ത് പോലോത്തിനെ തൊട്ട്. ഹൈലും വ നിഫാസ്, ഹൈദ് നിഫാസ് പോലെ. പക്ഷേ ഇതാക്കാൻ ഇഖ്തിസാലു ബിലങ്ങി മാസൻ, മുങ്ങിയിട്ട് അല്ലാതെയുള്ള കുളിയാണെങ്കിൽ, ഫിൽമായി വെള്ളത്തിലും. ഇനി വല ഗസല ഉദനൈഹി, ഒരാൾ രണ്ട് ചെവി കഴുകി, ഫിൽ ജനാബത്ത്, ജനാബത്തിൽ, ജനാബത്ത് കുളിക്കുന്ന ഹാലിൽ, അതൊരു ഉദാഹരണം. അല്ലെങ്കിൽ ഹൈദ് അല്ലെങ്കിൽ നിഫാസ്, അങ്ങനെ ഏതും ആവാം. ഫസ് സബക്കൽ മാവു, അങ്ങനെ വെള്ളം മുങ്കടന്നു, മിൻ യഹദൈഹിമ, ഈ രണ്ടിൽ നിന്ന് ഒന്നിൽ, അല്ലെങ്കിൽ രണ്ടിലും, ഉള്ളിലേക്ക്, ജോഫി ഉള്ളിലേക്ക്, മിഫ്തർ, നോമ്പ് മുറിക്കൂല എന്നാണ് അർത്ഥം, മുറിക്കില്ല. വൈൻ അംകനഹു ഇമാലത്തു റൗസി, അവൻ്റെ തലങ്ങനെ ചായച്ച് പിടിക്കാൻ അവനക്ക് സൗകര്യമായിട്ടുണ്ടെങ്കിലും ശരി. അവിൽ ഗസ്ലി കബില ഫജർ, അല്ലെങ്കിൽ അവിൽ ഗസ്ലി കബില ഫജർ, ഫജറിൻ്റെ മുമ്പ് കുളിക്കാൻ അവനക്ക് സൗകര്യമായിട്ടുണ്ടെങ്കിലും ശരി. അങ്ങനെ ജനാബത്തിൽ അതിൻ്റെ ഹാലിലായിട്ട് രണ്ട് ചെവിയെ കഴുകി, അപ്പോഴാണ് വെള്ളം കടന്നത്, അതുകൊണ്ട് നോമ്പ് മുറിയില്ല. കമായിദ സബക്കൽ മാവു ഫിദ്ദാഖിൽ, ഉള്ളിലേക്ക് വെള്ളം പ്രവേശിക്കുന്നത് പോലെ. ലിൽ മുബാലകത്തി, ഫി ഗസ്ലി ഫമിൽ മുത്തനജിസി, മുത്തനജിസായ ഫം കഴുകുന്നതിൽ ഓന് മുബാലകത്ത് ചെയ്തു, അപ്പോൾ ദാഖിലേക്ക് വെള്ളം വന്നു. കാനല്ലി ബുജൂബിഹ, ആ മുബാലകത്ത് അവിടെ ബുജൂബാണ്. മുഖത്ത് ഒരു രക്തവും രക്തമൊക്കെ വായിൽ കലർന്നു, അപ്പോൾ അതിൻ്റെ അസർ ഫുള്ള് പോകണമെങ്കിൽ എന്താക്കണം, നല്ലോണം കഴുകണം. ആ കഴുകുമ്പോൾ ലേശം വെള്ളം എന്താക്കി ശക്തിയായിട്ട് ഉപയോഗിച്ചു, ആ ഉപയോഗിച്ചപ്പോൾ ഉള്ളിലേക്ക് വെള്ളം കയറി. അതിൽ അതുപോലെ ഇവിടെയും നോമ്പ് മുറിയില്ല. ബിഖിലാഫിമ, ഒരു കോലത്തിനെതിരെ, ഇദഗ്തസല മുൻഗമിസൻ, ഒരാളെന്തായി മുങ്ങി കുളിച്ചു, അപ്പോഴാണ് വെള്ളം കയറിയത്, അത് ആവശ്യമില്ലാത്തായിരുന്നു, അപ്പോൾ നോമ്പെന്താക്കും, മുറിയും. അപ്പോൾ പിന്നെ ഇവിടെ ഫമു എന്നാണ് പറഞ്ഞത്, ഇനിയിപ്പോൾ മൂക്കിലാണെങ്കിലും വിഷയം ഇത് തന്നെയാണ്.
ഫസബക്കൽ മാവില ബാത്തിൽ ഉദിനി, ചെവിയുടെ ഉള്ളിലേക്ക് വെള്ളം കയറി, അവൽ അംഫി അല്ലെങ്കിൽ മൂക്കിൻ്റെ, അവൽ ഫമി അല്ലെങ്കിൽ വായയുടെ, അതല്ലെങ്കിൽ മുന്തുവാരോ ബിന്ദുവാരോ ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ ആ ഭാഗത്തു കൂടെ ഒക്കെ എന്തായി വെള്ളം കയറി, ഫൈനഹു ഇഫ്തിറു, അത് നോമ്പ് മുറിക്കും. മുങ്ങി കുളിച്ചപ്പോഴാണെങ്കിൽ അതുകൊണ്ടൊക്കെ നോമ്പ് മുറിക്കും. വലഫിൽ ഗുസ്ലിൽ വാജിബായ കുടിയിലാണെങ്കിലും അത് കയറിയാൽ നോമ്പ് മുറിക്കും. കാരണം ലി കറാഹത്തിൽ മികാസി, മുങ്ങുക എന്നുള്ളത് കറാഹത്തായതിന് വേണ്ടിയിട്ട്. ആ ഇങ്ങനെ വെള്ളം കയറണം എന്നതുകൊണ്ട് അവന് പരിഗണിച്ചിട്ടൊന്നുമില്ല. എന്നാൽ ഇല്ലെങ്കിലും ശരി, എന്താണ് ഈ പറഞ്ഞ മസലാടെ വരും. അങ്ങനെ പരിഗണിച്ചു എന്ന് വന്നാലും അവൻ കുറ്റക്കാരനുമാണ്, നോമ്പ് മുറിയും. രണ്ട് പോലാടെ വരും. ഓനങ്ങനെ വെള്ളം കയറണമെന്ന് കരുതിയിട്ട് ചെയ്തതല്ല എങ്കിൽ ആ നോമ്പ് മുറിയുള്ളൂ, കുറ്റക്കാരനാവില്ല. കാരണം അവൻ്റെ പ്രവർത്തനം കൊണ്ട് കരുതി കൂട്ടിയിട്ടല്ല. ഇനി അവൻ കരുതി കൂട്ടി അങ്ങനെ ചെയ്താണെങ്കിൽ കുറ്റക്കാരനാവും, നോമ്പ് മുറിച്ചു. രണ്ടും കൂടി അവിടെ വരും. അപ്പോൾ അതാണ് വലോഫിൽ ഗുസ്ലിൽ വാജിബായ കുടിയിൽ ആണെങ്കിലും ശരി, ഈ കറാഹത്തിൽ മാസ് മുങ്ങൽ കറാഹത്തായതിനു വേണ്ടി. അത് ഏതുപോലെയാണ് നോമ്പ് മുറി എന്ന് പറഞ്ഞാൽ സബക്ക് മായിൽ മതമലത്തി, വായിൽ വെള്ളം കുപ്പിളിക്കുന്നവൻ്റെ വെള്ളം സ്ഥാപിക്കാവും പോലെ ബിൽ മുബാലക്കത്തി, ശക്തിയാക്കൽ കൊണ്ട്. വായിൽ വെള്ളമോ മൂക്കിൽ വെള്ളമോ കയറ്റിച്ചിരുന്ന സമയത്ത് വെള്ളം അങ്ങോട്ട് കടന്നുപോയി, ശക്തിയാക്കിയതിന് വേണ്ടി ജോഫി ഉള്ളിലേക്ക്. എന്ന് പറഞ്ഞാൽ പിന്നെ വായിലേക്കോ അതിൻ്റെ ഹൽക്കിലേക്കോ അല്ലെങ്കിൽ തലച്ചോറ്റിലേക്കോ അവിടെ ഏത് ഭാഗത്തേക്കോ പ്രവേശിച്ചാലും ശരി നോമ്പ് മുറിയും. ഏതോട് കൂടെ തദക്കുറിഹിൽ സോമി, നോമ്പുകാരനാണെന്നുള്ള ഓർമ്മ ഉള്ളതോട് കൂടെ, എൽമിഹി അവനെ അറിയുന്നതോട് കൂടെ, അദമ മഷ്റൂഇയ്യത്തിഹ അതിൻ്റെ അത് ശറആക്കപ്പെട്ടതല്ല എന്നത് ഓന് അറിഞ്ഞതോടുകൂടെ. കാരണം പിന്നെ സ്വായിമിന് മുബാലകത്ത് മൻഹിയാണ് എന്നോൻ അറിയില്ല, അങ്ങനെയാണ് വന്നത്. അപ്പോൾ അങ്ങനെയായിട്ടായിട്ട് വരുമ്പോൾ ആ നോമ്പ് മുറിയില്ല. ബി ഖിലാഫിഹി, ആ സബുക്കിന് എതിര് ബിലാ മുബാലകത്ത് കൂടാതെ അത് ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല, നോമ്പ് മുറിയില്ല. അപ്പോൾ കസബക്ക് മായിൽ മലത്തി ബിൽ മുബാലകത്തോട് കൂടെ, ശക്തിയോട് കൂടെ വായിൽ വെള്ളം കുപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റിച്ചിറ്റുക ചെയ്യുന്നവൻ്റെ വെള്ളം സ്ഥാപിക്കാവും പോലെയാണ്. ഇലൽ ജോഫി ഉള്ളിലേക്ക്, ഉള്ളിൽ എന്ന് പറഞ്ഞാൽ തലച്ചോറും വായുടെ അകവും ഹൽക്കൊക്കെ എലിപ്പെടും. തദക്കറുൽ ഇസ്മി, നോമ്പുകാരനാണെന്നുള്ള ഓർമ്മയോട് കൂടെ, എൽമിഹി അവനെ അറിയുന്നതോട് കൂടെയും, ബിയാദമി മഷ്റൂഇയ്യത്തിഹ ആ മുബാലകത്ത് ശറാക്കപ്പെട്ടതല്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത് എങ്കിൽ ആ നോമ്പ് മുറിയും. ബി ഖിലാഫിഹി, ആ വെള്ളം സ്ഥാപിക്കുക എന്ന കോലത്തിനെതിരെ ബിലാ മുബാലകത്ത് കൂടാതെ ആണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല. ഫലാഫ്തറഫ്, നോമ്പ് മുറിയിലാണ്. മഷ്റൂഇയ്യത്തിനേക്കാൾ അവൻ കൂടുതലാക്കിയിട്ടുമില്ല, കാരണം ഉദുരുണ്ട്. ഇനി അവനെന്താക്കി, പിന്നെ ഈ വെള്ളം കടന്നത് 4ാമത്തെ പ്രാവശ്യം ഒക്കെ കൊണ്ട് കഴിയുവന്, നോമ്പുകാരനാണേനും ഓൻ അറിയുകയും ചെയ്തും ഇത് ശറഇല്ല എന്ന്. അപ്പോൾ പിന്നെ അത് മുബാലകത്ത് പോലെയാണ്, അപ്പോൾ നോമ്പ് മുറിയും ചെയ്യുന്നു. അങ്ങനെ കോലം വരും. അപ്പോൾ ആ കോലത്തിൽ നോമ്പ് മുറിയും ചെയ്യും. മുബാലകത്ത് കൂടാതെ ആണ് വന്നതെങ്കിൽ നോമ്പ് മുറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഒരാൾ ഈ മഷ്റൂഇയ്യത്ത് നെക്കാട്ടിലും കൂടുതലാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് മുറിയില്ല എന്ന് പറഞ്ഞത്. ഇനി ഇത് ഉണ്ടായത് പിന്നെ മഷ്റൂഇയ്യത്തായത് 3 പ്രാവശ്യമുള്ളൂ, അത് 4ാമത്തെ പ്രാവശ്യം കൊണ്ടുവന്നു, അവന് നോമ്പുകാരനാണെന്നുള്ള ഓർമ്മയോട് കൂടെയാണ്, അവനത് ആര്യമാണ്, ഇങ്ങനെ 4 വട്ടം കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ കൊണ്ടുവന്നാലും ഒരു നോമ്പ് മുറിയുന്നതാണ്. വഖറജ ബി ഖൗലി, എൻ്റെ വാക്ക് അവിടെ വന്നല്ലോ, വലാ ഇഫ്തിറു ബി സബഖി മാ ജോഫി മുഖ്തസിർ അൻ നഹബി ജനാബത്തിൻ എന്ന് പറഞ്ഞല്ലോ. ആ വാക്കുകൊണ്ട് പുറപ്പെട്ടു അൽ ഗുസ്ലുൽ മസ്നൂനായ സുന്നത്തായ കുളികൾ. മസ്നൂനായ കുളികൾ നമുക്കറിയാലോ, വെള്ളിയാഴ്ചയുള്ള കുളി, പെരുന്നാളിനുള്ള കുളി, ഇങ്ങനെയൊക്കെയുള്ള കുളികളാണ്. അപ്പോൾ ആ കുളികൾ ഇതെന്ന് ഒഴിവായി. അപ്പോൾ ആ കുളിയിലാണ് വെള്ളം കയറിയെങ്കിൽ അതാവും നോമ്പ് മുറിയും. വഗസ്ലു തബറുദി, ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ഉന്മേഷത്തിന് വേണ്ടിയൊക്കെ കുളിക്കുക, അതിലൊന്നും ഇത് പെടില്ല. ഫയഫ്തുർ ബി സബഖി മായിൻ ഫിഹി, ഈ കുളികളിലൊക്കെ വെള്ളം മുങ്കടക്കൽ കൊണ്ട് നോമ്പ് മുറിയും.
വലോ ബിലങ്കി മാസിന്, അത് മുങ്ങാതെ ആണെങ്കിലും ശരി, മുങ്ങിയിട്ടല്ല ഉണ്ടായത് എങ്കിലും ശരി, അതുകൊണ്ട് നോമ്പ് മുറിയുന്നതാണ്. ഇൻഷാ അല്ലാഹ് അവിടെ നിന്നിട്ട് വേറെ വിഷയങ്ങൾ പറയണം. അടുത്ത ദിവസം നമുക്കത് പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.